പിള്ളേരുടെ ഒരു കാര്യം ചെയ്യ. ഇപ്പം ഇങ്ങോട്ട് അയച്ച സ്ഥിതിക്ക് പിരിച്ചയക്കാം. ഹാപ്പി വാലന്റൈൻസ് ഡേ. മറ്റേ തുടിക്കണ ഹൃദയം എവിടെ ഉണ്ടായിരുന്നല്ലോ. ആ കുറച്ച് പൂവ്, അയ്യോ മഞ്ഞത്തുള്ളി, വേറെന്തിലൂടെ റോസാപ്പൂ ഇവിടെ ഇരുന്ന സാധനം അതെവിടെ അത്? ആഹാ വാലന്റൈൻസ് ഡേയും ന്യൂ ഇയറും ക്രിസ്മസുമായിട്ട് എന്തോ ബന്ധമുണ്ടായിരുന്നല്ലോ. എല്ലാം വെസ്റ്റേൺസ് ആണ്. കണ്ട கேசோ என்னடா தனியே புலம்பிட்டு இருக்க? நான் என்ன புலம்பின்னு நானும் பார்த்துட்டே தான் இருக்கேன். பார்த்தா ஒரே டைம்ல 1 2 3 4 எல்லாம் மேனேஜ் பண்றச்ச இப்படி எல்லாம் இருக்கும். 1 2 3 4 ഒക്കെ മാനേജ് ചെയ്യണമെന്നോ? അയച്ചു പോയിന്റ് ആണെന്ന് അങ്ങനൊന്നുമില്ല. எனக்கு புரியுது. പുരിയത് എന്തൊരു പുരിയത്? எப்படி மேனேஜ் பண்றேன்னு അങ്ങനൊന്നുമില്ല. ആന്റിക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു தெரியுமே. Feb 14th தானே? ഫെബ്രുവരി 14. എന്താ அது வந்து வேலண்டைன்ஸ் டே. എന്നാ ഈ വാലന്റൈൻസ് ഡേ എന്തിനാണെന്ന് പറ കേക്കട്ടെ. வேலண்டைன்ஸ் டேனா காதலர் தினம். எனக்கு தெரியும். ഇതാണ് വാലന്റൈൻസ് ഡേ പോക്ക്. ചിരിക്കണേ ഒന്നുമില്ല. കാര്യം പറ. വാലൻസ് ഡേ എന്ന് കേട്ടപ്പോ വാലന്റൈൻസ് ഡേ എടി വാലന്റൈൻസ് ഡേ നേരെ പറയാൻ അറിഞ്ഞൂടാ. ശരി, വാലന്റൈൻസ് ഡേയുടെ അർത്ഥം എന്താ? ലവേഴ്സ് ഡേ. എന്ത് പറഞ്ഞു? ലവേഴ്സ് ഡേ എന്ന്. എല്ലാം പഠിച്ചു വെച്ചേക്കണ്. ക്യാരി പോടിയത് ചേട്ടാ ചേട്ടാ കൊറേ ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടി വരുമല്ലോ. ആടി കൊറേ ഗിഫ്റ്റ് അല്ലേ? 500 ഗിഫ്റ്റ് മേടിച്ച് ഞാൻ വാക്കാളി ജംഗ്ഷനിൽ പോയി നിൽക്കും. എന്നിട്ട് വരുന്നവർക്കും പോകുന്നവർക്കും അല്ല ഇന്നാ ഇരിക്കട്ടെ പറഞ്ഞ് കൊടുക്കൂടി. കേശാണല്ലേ ചിലപ്പോ വേണ്ടി വരും. കേശവമാരി വലിയ മിഠായി വേണം. എന്തോ എന്റെ മക്കൾക്ക് വേണ്ടേ? വലിയ മുട്ടായിയോ? മേടിച്ചു തരാൻ എനിക്കിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ മുട്ടായി മേടിച്ചു തരാം. ഓടിക്കോ രണ്ടും. സൂയിച്ച് ഇടിച്ചിടും അത്. എന്ത് ഒരു വളിച്ച ചിരി? എന്തൊരു വളിച്ച ചിരിന്ന്? ഞാൻ ചിരിക്കും, ഇങ്ങനെ ചിരിക്കും. ചിരിക്കാനുള്ള കാരണം? ഇന്നെന്താ ഡേറ്റ്? എന്തുവാ ഡേറ്റ്? ഫെബ്രുവരി 14. അതിനിപ്പോ എന്താ? ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അതിന് തന്നെ കിടന്ന് ചാടണ എന്തിന്? വാലന്റൈൻസ് ഡേക്ക് മെസ്സേജ് അയച്ചു. ചേട്ടൻ തിരിച്ചയച്ചു എന്നിട്ട് പിന്നെ ഒരു സർപ്രൈസ് തോന്നില്ലല്ലേ? അലീനെ മെസ്സേജ്. നീ അവക്ക് റിപ്ലൈ കൊടുത്താ? അവക്ക് റിപ്ലൈ കൊടുത്താ? സത്യം പറയടാ, സത്യം പറയടാ, സത്യം പറയടാ. ഡീറ്റെയിൽ ആയിട്ടൊന്നും അയച്ചില്ല. പിള്ളേരെ മനസ്സ് സങ്കടപ്പെടുത്തരുതല്ലോ. സെയിം ടു യു എന്ന് മാത്രമായി. എന്റെ ദൈവമേ, നീ ഇനി ഇത്രയൊന്നും അനുഭവിച്ചത് പോരെ, ഇനി അനുഭവിക്കാൻ പോവാണോ നീ? എന്തൊരു ചേച്ചി ആ കാര്യം വിട്ടെ. ഞാൻ ഒന്ന് ജംഗ്ഷൻ വരെ പോട്ടെ. എന്തിന് പാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ആലോചിച്ചത്. വാലന്റൈൻസ് ഡേയില് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അപ്പോ മെർലിനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാന്ന് സർപ്രൈസ് ആയിട്ട്. എങ്ങനെയുണ്ട്? നീ മെർലിന് മാത്രല്ലേ മേടിച്ചു കൊടുക്കത്തുള്ളൂ? അതൊക്കെ എത്രയേ ഉള്ളൂ. പിന്നെ ചേച്ചി ഇങ്ങനെ പറയണ? ചോദിച്ചതാ. പോട്ടെ മിസ് ലക്ഷ്മി ബാലചന്ദ്രൻ തമ്പി. എന്തിനു മേടിക്കണമെന്ന് പറഞ്ഞില്ല. 2 തേങ്ങ മേടിച്ച് 2ന്റെ തലക്കടിച്ചു കൊടുക്ക്. പോടാ. ചോദിക്കണ്ടായിരുന്നു ഗിഫ്റ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ ആലോചിക്കും. എനിക്ക് മാത്രം ഗിഫ്റ്റ് തരാനും ഇല്ല, പൂ തരാനും ആരുമില്ല. ചേട്ടാ പതുക്കെ സംസാരി. കല്ലു ഉറങ്ങുവാ. ഉറങ്ങുവാന്ന്. എന്താ വിളിച്ച പറ. ചുമ്മാ വിളിച്ച നീ അങ്ങ് വരെ ഒന്ന് നിൽക്കുള്ളൂ, ഇങ്ങോട്ട് വരൂല്ലേ? വിളിച്ചാ ഇവിടെ വരണം. ഇവിടെ വരണം. ചേട്ടാ പേന പേന പോയിട്. അതല്ല എനിക്ക് വാങ്ങിച്ച പേന. ഇവിടെ ഞാൻ എനിക്കേ പേന മേടിക്കാറുള്ളൂ. ആ പേന ഇവിടെ വീട്ടിൽ കുറെ കാണും. താഴേട്ടാ. എന്തൊരു തരേ?
പേന. ഓ നീ മേടിക്കാൻ പറഞ്ഞു വിട്ട പേനയോ? ആ. ഞാൻ മേടിച്ചൊന്നുമില്ല. പിന്നെ ഓഹോ, മേടിച്ചില്ലല്ലേ? മേടിച്ചില്ല. സംഭവം എന്തുവാ? എനിക്കറിയാം നീ ഇങ്ങനെ എന്നെ കറങ്ങി വരുമെന്ന്. എന്താ സംഭവം? എന്താ വാങ്ങിച്ചാ? എടാ മേടിച്ചില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ നിനക്ക് മേടിക്കില്ലല്ലോ, എനിക്ക് പണി. ചേട്ടാ, ആ ശബ്ദം കുറ. ആ ശബ്ദം കുറച്ച്. മെർലിൻ ചേച്ചിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചല്ല. സൗണ്ട് കമ്മി. കൊച്ചുറങ്ങ്. മക്കളെ, മെർലിന് ഞാൻ മേടിക്കും. മെർലിനെ പോലെയാണോ നീ? ഏയ് മോഹം നോക്ക്. എന്നെ കടിച്ചിന്നുള്ള ദേഷ്യം ഉണ്ടല്ലേടി. പിള്ളേര് ഗിഫ്റ്റൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചില്ലെങ്കിൽ മോശമല്ല. ടണ്ടട ടണ്ടടേ. എനിക്ക് പേന. ആ നിനക്ക് പേന. എന്നാ ഇരിക്കട്ടെ. എനിക്ക് പേന കിട്ടി. എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു ചേട്ടൻ. ஐயே அதுக்குதான் நீ சத்தம் போட்டியா? അവക്ക് ശരിക്കും ഞാനാണ് പറയേണ്ടത്. ஏன் അവക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ അവള് സന്തോഷിച്ച്. എന്തിനു സന്തോഷിച്ച്? நான் அவ சந்தோஷத்தை பார்த்தப்ப எனக்கு சந்தோஷமாயிடுது. குழந்தைங்க சந்தோஷம்ல. குடிடா. എന്താ? தேங்காய் வெள்ளம். തേങ്ങ വെള്ളം. എങ്ങനെ പോന്ന്? ഹായ് ആന്റി. ഹായ് മെർലിൻ. ഹായ് കേശു. ഹലോ. മെർലിൻ എന്ത് പറ്റി? പ്രതീക്ഷിക്കാതെ ടക്കനെ കയറി വന്നേ. അതെന്താ പ്രതീക്ഷിക്കാണ്ട് വന്നിട്ട് പേടിച്ചോയോ? നമ്മളെന്തിനു പേടിക്കണേ? പെട്ടെന്നൊന്ന് പുറകെ നിൽക്കരുത്, പേടിച്ചു. തേങ്ങ വെള്ളോ? ഗിഫ്റ്റാ? എന്റെ കയ്യിൽ ഇപ്പൊ തേങ്ങ വെള്ളം മാത്രമേ ഉള്ളൂ. നീ വാലന്റൈൻസ് ഡേ എനിക്ക് ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ല? വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് മേടിക്കണം നിർബന്ധമുണ്ടോ? പിന്നല്ലാതെ. ഞാൻ അങ്ങനെ വാലന്റൈൻസ് ഡേ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. അതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ല. വേറെ പണിയില്ല. അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അല്ലെങ്കിൽ ഇവര് വിളിക്കുന്നത് കറക്റ്റാ. എന്തൊരു കറക്റ്റ് വന്ന്? എന്തൊരു കറക്റ്റ് വന്ന്? മരവാഴ തന്നെ. ആഹാ അടിപൊളി. ഒച്ചടത്തിനെ കൊച്ചിരിങ്ങാനും അണിപ്പിച്ചാണ്ടല്ലോ. എന്ത് പറഞ്ഞാലും ഒരു അലർച്ച ഉണ്ട് എന്തായാലും. അതൊക്കെ പോട്ടെ. എന്തായാലും നീ എനിക്കൊന്നും മേടിച്ചിട്ടില്ല, പക്ഷെ എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. ആന്റിക്കല്ല, കേശുവിന്. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. കേശു ഇപ്പൊ കരയും. അഴറിയാ നീ? വേറൊന്നുമല്ല, ഫീൽ പിടിക്കാൻ തോന്നിക്കൂലേ. എടാ, നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ കുടുംബത്തിന്റെ മാനവും കാക്കണ്ടേ മോനെ. എടുത്ത് വീശടാ, കൊടുക്കെടുത്ത്. ഓക്കെ പിടി പൊട്ടിച്ചോക്കല്ലേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓ സർപ്രൈസ്. താങ്ക് യു താങ്ക് യു. അപ്പൊ പിന്നെ ചുമന്ന കളർ എനിക്കായിരിക്കുമല്ലേ? അല്ല ചുമപ്പ് നീല നിന്റെ, ചുമപ്പ് എന്റെ. പിന്നെ തേങ്ങ പിള്ളേർക്ക് മേടിച്ചത്. ലച്ചു, സിദ്ധു എനിക്ക് ഗിഫ്റ്റ് എല്ലാം അനുപ്പില്ലയാ? സിദ്ധു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയാൾക്ക് എന്നെ കെട്ടിയത് പോലും ഓർമ്മയുണ്ടാവൂല. പിന്നെ മെർലിൻ, ഈ തന്ന ഗിഫ്റ്റേ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓപ്പൺ ചെയ്താൽ മതി, ഇവിടെ തുറക്കണ്ട. കനകം ഇവിടെ വന്നിരിക്കുവന്നോ? ഞാൻ കേസുക്ക് തേങ്ങ വെള്ളം കൊടുക്ക വന്നേ. മോളിതെപ്പോ വന്നു? ഇപ്പൊ ഒന്നുള്ള അമ്മൂമ്മേ. അമ്മ, മെർലിൻ വന്നത് കേസുക്ക് ഗിഫ്റ്റ് കൊടുക്ക. അതിന് അവന്റെ പിറന്നാൾ വല്ലോ വന്നോ? ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ അമ്മൂമ്മ? ആ ഇപ്പൊ എല്ലാത്തിനും ഡേ ഉണ്ടല്ലോ. അച്ഛൻ്റെ, അമ്മയുടെ, ചേച്ചിയുടെ, ചേട്ടൻ്റെ, അയലോക്കംകാരൻ്റെ, എല്ലാം ഒരു തരം ഫാഷൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു സന്തോഷമല്ലേ? സന്തോഷമൊക്കെ തന്നെ, പക്ഷെ നമുക്ക് ഒരു സന്തോഷമേ ഉള്ളൂ, കിച്ചണിൻ്റെ സന്തോഷം. നമ്മളെപ്പോഴും ജനിച്ചപ്പോൾ മുതൽ കിച്ചണിലാണല്ലോ, അതുകൊണ്ട് ഇപ്പോഴും ഞാൻ കിച്ചണിലോട്ട് പോട്ടെ. സങ്കടാണ്. എന്നാ പിന്നെ ഞാൻ അപ്പൂപ്പന്റെ അടുത്ത് പറഞ്ഞൊരു റോസാപ്പൂ. നമ്മക്കൊന്നും വേണ്ടേ, നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാവേ. എന്നാ ഞാൻ മേടിച്ചു തരട്ടെ? വേണ്ട, എനിക്കിതൊക്കെ മതി, ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞാ മതി. പാവല്ലേ മെർലിനെ. നമുക്ക് ഇന്ന് അമ്മൂമ്മേനെ അടുക്കള കയറി സഹായിച്ചാലോ? ആ ഗിഫ്റ്റ് സൂക്ഷിച്ചോണേ. നോക്കിയല്ലേ പിന്നെ പൊട്ടിക്കും. അലീന, അലീന എന്താ ഇപ്പൊ വന്നേ? ഞാൻ വരുമെന്ന് വിചാരിച്ചില്ലേ? അല്ല, ഇത്ര പെട്ടെന്ന് എന്താ വന്നേന്ന് ഇങ്ങനെ? അല്ല, അത് ഞാൻ കേശുവിന് ടെക്സ്റ്റില് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞില്ലേ, കേശു റിപ്ലൈ തന്നില്ലേ,
അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കേശു ഒന്ന് കാണാൻ വരാം. ഞാൻ ഈ തനിക്ക് സങ്കടം വരണ്ടെന്ന് വിചാരിച്ചിരിക്കണ. ഐ നോ യു വെരി വെൽ. ഗിഫ്റ്റ് ഗിഫ്റ്റ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. അടുക്കള മെറിലുണ്ട്. താൻ ഗിഫ്റ്റ് മേടിക്കോ ഇല്ലയോ? താങ്ക് യു. എനിക്ക് ഇതല്ല കൊച്ചെ, പിടി എന്റെ ഗിഫ്റ്റ്. ഓ തൻ്റെ ഗിഫ്റ്റ് ഞാൻ മേടിച്ച് സംഭവേ ഞാനേ തനിക്ക് ഗിഫ്റ്റ് മേടിച്ചത് ഈ നമ്മൾ അങ്ങനെ അങ്ങനെ താൻ കരുതണ്ട. എങ്ങനെ ഇന്നിരിക്കട്ടെ, പിള്ളേർക്ക് മേടിച്ചു. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അല്ലെങ്കിൽ വേണ്ട, താനിങ്ങ് തന്നെ. തൻ്റെ കയ്യിൽ ഇപ്പം ഇരുന്ന് ഇത് ശരിയാവത്തില്ല. ചിലപ്പോഴേ വാലന്റൈൻസ് ഡേ ആണല്ലോ, ഒരു കരുതിനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേശുടാ രണ്ടെണ്ണം കൊണ്ട് അവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നാ? ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് ചാടി കയറി വന്ന്? പെട്ടി പൊട്ടിക്കാണോ? എന്താ പെട്ടി പൊട്ടിക്ക്. പെട്ടി? പൊട്ടിക്കാൻ. പെട്ടിയൊന്നും പൊട്ടിക്കൂല. പൊട്ടിക്ക്. പറ്റൂല. നമ്മളിപ്പോ പെട്ടെന്ന് ഈ പെട്ടി അങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാല് ആ ഒരു ത്രില്ലങ്ങ് പോവൂലേ? ഇതാവുമ്പോ നാളെ പൊട്ടിക്കാന്ന് പറഞ്ഞ് ഇന്നിരിക്കും. അപ്പൊ നാളെ ഇപ്പൊ പൊട്ടിക്കണം. ഈ ആകാംക്ഷയൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കുരിപ്പ് ആ പാടെ ഈ പെട്ടിയുടെ അത്രേ ഉള്ളൂ. ഞാൻ പിടിച്ച് അടച്ചു വെച്ചോളാം. ആ ഒരു ഫീല് കിട്ടണം. ഇപ്പൊ പൊട്ടിക്കണം. പൊട്ടിക്കൂല. എന്തിന് രണ്ടും വന്നേ പോ. ചേച്ചി മെർലിൻ ചേച്ചി കേശവന് കൊടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കുന്നില്ല. അമ്മ കേശവൻ പെട്ടി പൊട്ടിക്കുന്നില്ല. പിന്നെ മക്കളുടെ അച്ഛൻ അവിടെ നിന്ന് അയച്ചു തന്നതാണല്ലോ പൊട്ടിക്ക്. അച്ഛനെ പറഞ്ഞ അവളുടെ അച്ഛനാണ് പറഞ്ഞത്. കെട്ടിയോനല്ലേ അതിന് പൊട്ടി പൊട്ടിക്ക്. കൊച്ചായി ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചി ഈ പെട്ടി നമ്മൾ പെട്ടെന്ന് അങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ഫീൽ അങ്ങ് പോവും. നീ അത് പൊട്ടിക്കോ അതോ ഞാൻ പൊട്ടിക്കണോ? എടാ എന്താണ് അത് പൊട്ടിക്കണത്? നമുക്ക് എല്ലാവർക്കും കാണാലോ അത് എന്താന്ന്. கேசு ஓபன் பண்ணுடா, அப்பதான் அந்த லவ்வோட டெப்த் ഞങ്ങൾക്ക് தெரியும். പൊട്ടി പൊട്ടിക്കല്ലേ? ഓപ്പൺ பண்ணுடா. എന്നെക്കാളും ഇൻട്രസ്റ്റ് ആണല്ലോ നിങ്ങൾക്ക്. പൊട്ടിക്കടൂ. വാട്ട് യു ലവ്, വാട്ട് യു ലവ്, വാട്ട് യു ലവ്. ഡു വാട്ട് യു ലവ് വാട്ട് യു ഡു. ഓ അതായിരുന്നു. അതാണ് കാതൽ. കാതൽ. ഇതിനെ ഞാൻ തുറക്കും, ഞാൻ തുറക്കും. എനിക്ക് തന്നെയാണ്. വലിച്ചു തുറക്കട. കാണിച്ചേ. അതാ രൂപക്കൂടിനകത്തുനിന്ന് പുറത്തെടുക്കോ? കള്ള ചേട്ടാ, എന്തോന്ന് കപ്പിൾസാ അതോ ലവേഴ്സാ? എന്തും പറയാ. ரொம்ப அழகா இருக்குடா. വലിയ അഴകൊന്നുമില്ല, കൊള്ളാം, അത്രേ ഉള്ളൂ. കണ്ണിക്കടി കണ്ണിക്കടിയാ? എനിക്കെന്തിന്? ചുമ്മാ. എന്നാലും ഒരു പെട്ടി പൊട്ടിച്ച സ്ഥിതിക്ക് അടുത്ത പെട്ടി പൊട്ടിക്കും. അടുത്ത ഏത് പെട്ടി? അടുത്ത ഏത് പെട്ടി? അലീന ഫ്രാൻസിസ് തന്ന പെട്ടി. അലീന ഫ്രാൻസിസ് തന്ന ഏത് പെട്ടി? അലീന ഫ്രാൻസിസ് നിനക്ക് ഏത് പെട്ടി തന്നേ? എനിക്കൊന്നും തന്നില്ല. ചെറുക്കോ കള്ളം പറഞ്ഞോണ്ടല്ല, നീ അവക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, അവള് നിനക്ക് തിരിച്ചും തന്നിട്ടുണ്ടാവും. ആ തിരിച്ചു തന്ന ഗിഫ്റ്റാണ് ഞാൻ എടുക്കാൻ പറഞ്ഞത്. ഞാൻ എന്ത് ചേച്ചി, ചേച്ചി ചുമ്മാ ഇങ്ങനെ മനസ്സാവാചാരത്തെ കാര്യം പറയല്ലോ കേട്ടോ. എങ്ങാനും ഞാൻ ആ ഗിഫ്റ്റ് ഈ വീട്ടിൽ നിന്ന് പൊക്കിയ ഞാനത് മുതലെടുക്കും ഉറപ്പായിട്ട്. ഞാൻ
മെർലിനെ വിളിച്ച് പറയുന്നു. ചേച്ചി ചുമ്മാ ചതിക്കില്ല. എടുക്ക് സാധനം എടുക്ക്. ശങ്കായിട്ട് കൂടെ നിന്നിട്ട് ചതിച്ച്. നീ എന്നെയല്ലേടാ ചതിക്കണത്? എടാ നീ ഉള്ള കാര്യം ഉള്ള പോലെ തുറന്നു പറഞ്ഞാലേ എനിക്ക് അതനുസരിച്ച് പെരുമാറാൻ പറ്റത്തുള്ളൂ. കുഞ്ഞ് ഗിഫ്റ്റ് തന്നു. അത് പൊട്ടിക്കാനാ പറഞ്ഞത്. ഓ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുമായിരിക്കും. തൊട്ടതാ തൊടരുത് അതില്. லெச்சு அலீனா gift கொடுத்துட்டாங்களா? ആമാ എന്നിട്ട് ഇവനും തിരിച്ചും കൊടുത്തിട്ടുണ്ട്. ആ அப்ப சரியா மெர்லினா அலீனாவா? who is his valentine? മാളവിയായിരിക്കും. மாளவிகா மாளவிகாவா? அது யாரு? അല്ലെങ്കിൽ ഹരിതയായിരിക്കും. ஹரிதாவா? ചിലപ്പോ ലക്ഷ്മി സുബ്രഹ്മണ്യം ആവാനും ചാൻസ് ഉണ്ട്. லக்ஷ்மி சுப்பிரமணியமா? ആ எங்க மதுரையிலயா? ആ சும்மா சொல்ற நீ. അല്ല കാര്യമായിട്ട് പറഞ്ഞതാ. ചിലപ്പോ. இவ எப்படி இதெல்லாம் மேனேஜ் பண்றா? സിമ്പിൾ അല്ലേ? ആ പൊട്ടിക്ക് പൊട്ടിക്ക്. അവിടെ നിന്ന് തന്നെ പൊട്ടിക്കാം. അവിടെ നിന്ന് നല്ല മെർലിന്റെ പൊട്ടിച്ചേ. ഇല്ലേ ചിലപ്പോ അലീനിക്ക് വിഷമായാലും. ഇവിടെ ഇരുന്ന് പൊട്ടിക്കാൻ. ഓ കഷ്ടം തന്നെ. ഇതകത്ത് പച്ച, മറ്റേത് പുറത്ത് പച്ച. അകത്ത് വേറെ ആയിരിക്കും. ടുഡേ യുവർ ഡേയാ? എന്താ ചേട്ടാ രണ്ടും സെയിം ആണല്ലോ. എനിക്ക് വന്ന് രണ്ടുപേരും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് മേടിച്ചാണ്. പാറുവേ രണ്ട് ചേച്ചിമാരും കൂടെ കേശുചേട്ടനെ മത്സരിച്ച് സ്നേഹിക്കുമല്ലേ. ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അയ്യോ അമ്മമ്മേ, ലക്ഷ്യേച്ചി, കനകാന്റി, അയ്യോ അമ്മമ്മേ. എന്താ മന്ദഹാസം ചിന്തകളിൽ ചെന്താമരപ്പൂവായി മാറുകയായി നീ തന്നിതെന്നിൽ മായാ പ്രപഞ്ചം ഞാൻ നിഴലായെന്നും. കേശു മെർലിനും ഇല്ലയോ? കേശു! അയ്യോ എന്താ കഴിഞ്ഞ എന്റെ കൊച്ചുമോന്റെ കല്യാണം കഴിഞ്ഞു. നാട്ടുകാരെ ഓടി വായോ, എന്റെ കൊച്ചുമോന്റെ കല്യാണത്തിന് സദ്യ ഉണ്ണാൻ ഓടി വായോ. എന്റെ മോനെ വശീകരിച്ചെടുത്ത് ഞാൻ എങ്ങനെ സഹിക്കും? എന്നമായി
இப்படியெல்லாம் சொல்றீங்க? பாவம்மா, மெர்லின் ரொம்ப நல்ல பொண்ணு தானே, அவங்க நல்லா லைஃப் லீட் பண்ணட்டும்மா. இப்படி எல்லாம் சொல்லாதீங்க அம்மா. എന്റെ മോന് രാജകുമാരിയെ കിട്ടൂടി. ആ ചെല്ല് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് രാജകുമാരിയെ. മെർലിൻ നിങ്ങളുടെ അറിയടാ, ഇനി മുതൽ ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒതുക്കി ജീവിച്ചോളാം, മനസ്സിലായോ? മനസ്സിലായി. ആ അല്ല മെർലിനെ, കല്യാണം കുറച്ച് നേരത്തെ ആയി പോയില്ലേ? അല്ല ചേച്ചി, നിങ്ങളുടെ അനിയനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നാലേ ഇവൻ വേറെ വല്ലവരുടെയും പുറകെ പോകും, അതുകൊണ്ടാ. അതെന്തായാലും നന്നായിട്ടാ, ഗുഡ് ഡിസിഷൻ. എന്നാലും നീ എന്റെ മോനെ തട്ടിയെടുത്തല്ലോ. പിന്നെ തട്ടിയെടുക്കാൻ പറ്റിയ മുതല് അറിയാണ്ട് എങ്ങാണ്ട് ഒരു ഇഷ്ടം തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. എന്തായാലും സംഭവിക്കാനൊക്കെ സംഭവിച്ചില്ലേ. മെർലിനെ, വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറ്, നമുക്ക് ഉള്ളതുകൊണ്ട് അങ്ങ് ജീവിക്കാം. ஆமா மெர்லின், உள்ள வாங்க, சந்தோஷமா லைஃப் லீட் பண்ணுவா. வாங்க. എന്തോന്ന് എടുത്തിട്ട് ജീവിക്കാൻ? ഞങ്ങള് പോവാ. എവിടെ? എന്റെ വീട്ടിലേക്ക്. എന്റെ ഡാഡി വിൻസെന്റ് ഗോമസേ ഇവനെ വിലക്ക് മേടിച്ചു. കേശു, നീ ശൂലംകുടിയിൽ ബാലചന്ദ്രൻ തമ്പിയുടെ മോനാ, നീ വിട്ടുകൊടുക്കരുത്. അതാണ് ഇങ്ങനെയായി പോയത്. അയ്യോ അയ്യോ മെർലിൻ, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ നരകത്തിൽ നിന്ന് കൊണ്ടുപോകും, എന്നെ ഒന്ന് മോചിപ്പിക്ക്. സമാധാനപ്പേട് കൊണ്ടുപോവാ. നിക്ക്, ഒരു കാര്യം പറയാനുണ്ട്. ശൂലംകുടി വീട്ടിലെയും പടവലം വീട്ടിലെയും ഇവൻ അവകാശപ്പെട്ട സ്വത്തെല്ലാം ഇവൻ എഴുതി കൊടുത്തില്ലെങ്കിൽ എന്റെ ഡാഡിയെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. അറിയാലോ എന്റെ ഡാഡി വിജയൻ തോമസിനെ. വിജയൻ തോമസ് അല്ല, വിൻസെന്റ് ഗോമസ്. ഓഹോ, അമ്മച്ചിക്ക് അപ്പൊ എന്റെ ഡാഡിയുടെ പേര് മര്യാദയ്ക്ക് പറയാൻ അറിയാം. ഇനി മേലെ എന്റെ ഡാഡിയുടെ പേര് തെറ്റിച്ച് പറഞ്ഞാ ഞാൻ തല്ലുകൊണ്ട് ചാവും. നിന്റെ വിധിയതാടാ. വാടാ മരവാഴെ. എന്റെ കൊച്ചിനെ വിളിച്ചു കേട്ടില്ലയോ, മരവാഴുന്നു. അയ്യോ അമ്മൂമ്മേ, അതാ അവന്റെ പേരാ, ഇനി അവൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അലീന ചേച്ചി, നീ എന്താടി ഈ വേഷത്തില്? നിനക്കെന്താ ഇവിടെ കാര്യം? നീ എന്തിനാ ഈ വിഷയത്തില്? നിനക്ക് എന്തിനാ കാര്യം? ഞാനിന്ന് യേശുവിനെ കല്യാണം കഴിച്ചു. ആ എടാ, നീ എന്നെ പറഞ്ഞ നീ എന്നെ കല്യാണം കഴിക്കൂ നിന്ന്, അതുകൊണ്ടല്ലേ ഞാൻ ഇതിട്ടേ. കേശു, എന്താണ് ഇത്? ടൈമിംഗ് ഇല്ല, ടൈമിംഗ് സെൻസ് ഇല്ല, അല്ലെങ്കിൽ അലീനക്ക് പണ്ടേ ഉള്ള പ്രശ്നമാണ്. ചേച്ചി കേൾക്കണം. സംഭവം എന്തെന്ന് വെച്ചാല് രാവിലെ 10:30 മുഹൂർത്തത്തിന് മെർലിനെ കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് 3:15 മുഹൂർത്തത്തിന് അലീനയെ കല്യാണം കഴിക്കുന്നു. നല്ല മുഹൂർത്തമാണ് 3:15. ഇത്ര നേരത്തെ കയറി വരെ അലീനെ അടുത്ത് ഞാൻ പറഞ്ഞ ഇല്ല, പഞ്ച്വാലിറ്റി ഇല്ല. എന്താ അലീന ഇത്? ഒന്നില്ലെങ്കിൽ ഇന്ന് തന്റെ കല്യാണം അല്ലേ, അപ്പൊ കറക്റ്റ് സമയത്തിനൊക്കെ വീട്ടിൽ കയറി വരണ്ടേ? മോശമല്ലേ ഇതൊക്കെ? ടൈം ക്ലാസ് ആക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഓഹോ, അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? ഇവിടെ തീർന്നാലേ ഈ പ്രശ്നമൊക്കെ ഇവിടെ തീരും. അമ്മച്ചി ഒന്ന് പിടിച്ചേ, ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾ ഇങ്ങനെ എനിക്ക് വേണ്ടി കിടന്ന് പിടിവലി കൂടല്ലേ. രണ്ടു പേരെയും ഈ കേശവ് ബാലചന്ദ്രൻ തമ്പി കേട്ടിക്കോളാം. രണ്ടുപേരെ ഈ കേശവ് ബാലചന്ദ്രൻ തമ്പി കേട്ടിക്കോളാം. കിളവൻ കേശു, നിനക്ക് വീണ്ടും സ്വപ്നം. എന്തേ എന്നാലും ബാലൻസ് ഡേ അടിപൊളിയായി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ നാളെ ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.